അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ബുധനാഴ്ച. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യസഭയിലായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ. സർവ്വസമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. ഉത്തരവ് പിന്നീടായിരിക്കും. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിൽ 1.5 മണിക്കൂർ നേരത്തെ വാദമാണ് പൂർത്തിയായത്. ഒരു രേഖ കൂടി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ എപ്പോഴാണ് വിധി വരിക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉറപ്പ് നൽകാനാവില്ലെന്ന് പ്രോസിക്യൂട്ടർ മറുപടി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇന്നലെ ലഭിച്ച പരാതിയിൽ വീണ്ടും ബലാത്സംഗ കേസെടുക്കും. ഗുരുതര സ്വഭാവമുള്ള പരാതി തള്ളിക്കളയാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കേസെടുത്ത ശേഷം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് തീരുമാനമെന്നും പോലീസ് അറിയിച്ചു. ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംരക്ഷിക്കില്ല. രാഹുലിനെ പുറത്താക്കുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച തീരുമാനം ഉടനുണ്ടായേക്കും. KPCC ശുപാർശയോടെ AICC ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കടുത്ത നടപടിയിൽ KPCCക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകി. രാഹുലിനെതിരെ ലഭിച്ച പരാതികളിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയിൽ നിന്നാണ് ഹൈക്കമാൻഡ് വിവരങ്ങൾ തേടിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് K മുരളീധരൻ. പുകഞ്ഞകൊള്ളി പുറത്തെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. MLA സ്ഥാനം തുടരണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണമെന്നും അത് പാർട്ടിയല്ല തീരുമാനിക്കേണ്ടതെന്നും പുകഞ്ഞകൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള പൊക്കിൽക്കൊടി ബന്ധം പാർട്ടി അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കൂടുതൽ നടപടിയെന്ന് രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച നേതാക്കൾ കൂടിയാലോചന നടത്തും. KPCC നേതൃത്വം നടപടി എടുക്കും. പരാതി വരും മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ്. ഇങ്ങനെയൊരു നടപടി മറ്റേത് പാർട്ടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് പറയുമെന്നും ഷാഫി പറമ്പിൽ MP. തന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ല. ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കും. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യുമെന്നും ശബരിമല അഴിമതിയിൽ CPM നടപടിയെടുത്തില്ലെന്നും എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് ഷാനിമോൾ ഉസ്മാൻ. കുറ്റക്കാരൻ ആരായാലും പുറത്താക്കണമെന്ന് ദീപ്തി മേരി വർഗീസും പറഞ്ഞു. രാഹുൽ പൊതുരംഗത്ത് തുടരുന്നത് നാടിന് തന്നെ അപമാനമെന്നാണ് ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടത്. രാഹുൽ MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്ന് KK രമ MLA ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന് JB മേത്തറും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ KPCCക്ക് ഇന്നലെ നൽകിയ ലൈംഗിക പീഡന പരാതി വ്യാജമെന്ന് ആവർത്തിച്ച് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ. പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണെന്നും ഫെന്നി വ്യക്തമാക്കി. അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയാണ് ഫെന്നി നൈനാൻ. ഹോം സ്റ്റേ പോലൊരു കെട്ടിടത്തിൽ എത്തിച്ചതും തിരികെ കൊണ്ടുപോയതും ഫെന്നി നൈനാൻ ആണെന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എടുക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. പാലക്കാട് കുന്നത്തൂരിലാണ് സംഭവം. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ വളഞ്ഞത്. ഇടപെടരുത്, താൻ മറുപടി പറയുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞിട്ടും കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറിയില്ല. രാഹുൽ കാരണം കോൺഗ്രസിന് പാലക്കാട്ടുള്ള ഏക സീറ്റും നഷ്ടമാകുമെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ്. ഇങ്ങനെ ഒരാളെ പേറുന്നത് കോൺഗ്രസിന്റെ ഗതികേടാണെന്നും രാഷ്ട്രീയം മറന്ന് കോൺഗ്രസ് രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അന്വേഷണ സംഘം അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്ന് കരുതുന്നില്ലെന്നും ഉചിതമായ സമയത്ത് അറസ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിലും വിമർശനം ശക്തമാകുന്നു. MLA സ്ഥാനമടക്കം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിൽ രംഗത്ത് വന്നു. ജനങ്ങളെ അതിവൈകാരികത കാണിച്ച് രാഹുൽ വഞ്ചിച്ചുവെന്നും പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാക്കാതെ എല്ലാ സ്ഥാനങ്ങളും രാഹുൽ ഉപേക്ഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഗൂഢാലോചന പരിശോധിക്കണമെന്നും ഓഫീസ് സെർച്ച് ചെയ്യണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച സെഷൻസ് കോടതി പരിഗണിക്കും. ശബരിമല കേന്ദ്രത്തിന് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടെന്നും ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മോദിയുടെ മേൽനോട്ടത്തിൽ ശബരിമല വരണമെങ്കിൽ അതിന് ജനങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അവിടെ മോഷണം പോയിട്ട് ഒന്ന് തൊട്ടുനോക്കാൻ പോലും കഴിയാതെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുമെന്നും കേരളവും അതിന് സജ്ജമാകണമെന്നും കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെയും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി അനുവദിച്ച 6 ആഴ്ചത്തെ സമയം ഇന്ന് അവസാനിക്കാനിരിക്കെ അന്വേഷണത്തിനായി 1 മാസം കൂടി സമയം നീട്ടി നൽകി ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറത്തിറക്കിയത്. കേസിലെ 3ാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും SIT ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് 1 മാസം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. പ്രായവും ആരോഗ്യ പ്രശ്നവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ കോടതിയിൽ നിലനിന്നില്ല. കട്ടിലപ്പാളി കേസിൽ N. വാസു 3ാം പ്രതിയാണ്. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തും. രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ശംഖുമുഖത്തേക്ക് പോകുന്ന രാഷ്ട്രപതി നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കും. 4:30യോടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ അണിനിരക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നടക്കും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quit, the ultimate dandruff solution. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഹിന്ദു ദൈവങ്ങൾക്കായി നടത്തിയ പരാമർശം വിവാദത്തിൽ. മുഖ്യമന്ത്രി മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് വ്യാപകമാകുന്ന വിമർശനം. പാർട്ടി യോഗത്തിനിടെ ഹിന്ദുക്കൾക്ക് എത്ര ദൈവങ്ങളുണ്ടെന്നും 3 കോടിയെന്നും അതിന് കാരണം എന്തെന്നറിയാമോ എന്നും അദ്ദേഹം ചോദിച്ചു. വിവാഹം കഴിക്കാത്തവർക്ക് ഒരു ഭഗവാൻ, 2 തവണ വിവാഹിതരായവർക്ക് മറ്റൊരു ദൈവം, മദ്യപാനികൾക്ക് മറ്റൊരു ദൈവം, കോഴിയെ ബലി കൊടുക്കാനും പരിപ്പും ചോറും കൊടുക്കാനും ഒരു ദൈവം, അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ദൈവം എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി സരസ സംഭാഷണം നടത്തിയത്. സഞ്ചാർ സാഥി ആപ്പ് സംബന്ധിച്ചുള്ള വിവാദത്തിനിടെ കേന്ദ്ര സർക്കാരിനെ കൂട്ടായി കാണാൻ മൊബൈൽ ഫോൺ നിർമ്മാണ കമ്പനികളുടെ ആലോചന. ആപ്പിൾ, ഗൂഗിൾ കമ്പനികൾ സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്നാണ് വിവരം. ലോകത്ത് ഒരിടത്തുമില്ലാത്ത സർക്കാർ നിർദ്ദേശമാണിതെന്നും ഇക്കോസിസ്റ്റത്തെ തന്നെ നടപടി പ്രതികൂലമായി ബാധിക്കുമെന്നും ആപ്പിൾ വിലയിരുത്തുന്നു. എന്നാൽ മൊബൈൽ ഫോൺ കമ്പനികൾ പാർലമെന്റ് സമ്മേളന സമയത്ത് അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കുടുംബത്തിലെ 13 പേരെ കൊലപ്പെടുത്തിയ യുവാവിനുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ താലിബാൻ കരുവാക്കിയത് 13കാരനെ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ
ഖോസ്റ്റിൽ 80,000-ഓളം ആളുകളെ സാക്ഷിയാക്കി നടത്തിയ വധശിക്ഷ നടപ്പിലാക്കിയത് ബന്ധുക്കൾ നഷ്ടമായ 13കാരനെ ഉപയോഗിച്ചാണെന്ന് റിപ്പോർട്ട്. മംഗൽ എന്ന കുറ്റവാളിയുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നാണ് താലിബാൻ സ്ഥിരീകരിക്കുന്നത്. പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നതിനെ ആഗോളതലത്തിൽ അപലപിക്കുമ്പോൾ അത് തുടരുകയാണ് താലിബാൻ ചെയ്യുന്നത്. മിസോട്ടയിലെ സൊമാലിയക്കാർക്കെതിരെ രൂക്ഷ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ചവറ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചത്. സൊമാലിയക്കാർക്കെതിരെ ഭരണകൂടം കുടിയേറ്റ നടപടികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. യൂറോപ്യൻ ശക്തികൾ യുദ്ധത്തിന്റെ പക്ഷത്തെന്ന് വിമർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എന്നാൽ യൂറോപ്യൻ ശക്തികൾക്ക് യുദ്ധമാണ് വേണ്ടതെങ്കിൽ യുദ്ധം ചെയ്യാൻ റഷ്യയും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. യൂറോപ്പ് തങ്ങളുമായി യുദ്ധത്തിന് വന്നാൽ പിന്നെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും അവസരമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ISL പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര കായിക മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന്. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിനിധികളെല്ലാം ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കും. ISL ഉൾപ്പെടെയുള്ള ആഭ്യന്തര മത്സരങ്ങൾ നടത്താനുള്ള വാണിജ്യ പങ്കാളികളെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.